രശ്മിച്ചി ആ കൊള്ളാം കേട്ടോ. അപ്പച്ചിക്കും പാറുവച്ചിക്കും കൊടുക്കാൻ വെച്ചിരുന്ന പലഹാരമൊക്കെ രശ്മിച്ചെന്നെ കഴിച്ചു തീർക്കുക അല്ലേ? ഏയ് ഞാനിത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലുള്ളൂ. അതെ, മുഴുവൻ ടേസ്റ്റ് നോക്കി തീർക്കാതെ അവർക്കൂടെ കൊണ്ടു കൊടുത്തേ. ചെല്ല്. ഞാൻ പോന്നു. ആ ആ റാണി, നീ എന്താ അവിടെ ചുറ്റി തിരിഞ്ഞു നടക്കുന്നേ? റെഡിയാവുന്നില്ലേ? ആ ഞാൻ പോവാ. വേഗം റെഡിയാവ്. ആ ഏട്ടൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി ഇതിൽ മാത്രം അറിഞ്ഞാ മതി. കുഞ്ഞി, രത്നേ, ഏട്ടാ മോളെ നീ തയ്യാറായില്ലേ? പാറുവിന്റെ കൂടെ തയ്ക്കടേ പോണ്ടേ? പാറു കാത്തിരിക്ക. പോകാം. ഞാൻ ഉടുപ്പിട്ടിട്ട് വരാം. മമ്മി ഇങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടിറങ്ങ. നീ അങ്ങോട്ട് ഇരുന്നേ. ഒന്ന് തള്ളടി. എടി, നീ എന്ത് പണിയാടി കാണിച്ചേ? വീടിന്റെ മുമ്പിൽ ഒന്ന് തുരുതുരാന്ന് ഹോൺ അടിച്ചാ അച്ഛൻ ഇറങ്ങി വരില്ലേ? അതിനിപ്പോ എന്താ, അച്ഛൻ കാണട്ടെ. നിനക്ക് എന്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ വാ, പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. എങ്ങോട്ട് പോവാൻ? പറയാം, നീ കേറ് കേറ്. കുറച്ച് ഇപ്പത്തോട്ട്. ഇവിടാണ്. ഇവിടെ ഈ ഭാഗത്തോട്ട് നോക്കിയ ഇവിടെ ഇവിടെ ഇവിടാ. എന്താണ് നിന്റെ പ്രശ്നം? അവനെ വിട്ടേക്ക്. ഇവൻ എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു. ഇവിടെ അടിച്ച് ഇവന്റെ കൈയും കാലും ഓടിക്കണം. എന്നാലേ ഞാൻ അനുഭവിക്കുന്ന വേദന ഇവന് മനസ്സിലാവും. തൽക്കാലം നീ അവനെ വിട്ടേക്ക്. നീ വേഗം പോയി റെഡി ആയിക്കേ. നമുക്ക് ദീപോത്സവത്തിന് പോണ്ടേ? ഇറങ്ങാനുള്ള നേരമായി. ബാലു, എടാ ബാലു, നീ വാ. നീ വരാൻ. നീ വാടാ. നീ പോയി വേഗം റെഡിയാവും. ദീപോത്സവത്തിന് നീ വരണം. എല്ലാം നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഓ, വേഗം ഇറങ്ങ്. വേഗം ചെല്ലേ. അതെ, നമ്മൾ എവിടെ പോവാ? യാത്ര പോവാന്നോ? അതൊക്കെ നീ നിന്റെ അമ്മയോട് ചോദിച്ചാ മതി. അമ്മ പറഞ്ഞു തരും. ചെല്ല്, ചെല്ലടാ. ഇവനെ ഇവന്റെ തള്ളയും കൂടി കൊണ്ടുവരണമെന്ന് പത്മനാഭ സാർ പ്രത്യേകിച്ച് പറഞ്ഞതാ. അല്ലെങ്കിൽ നശീലങ്ങളെ ഇവിടെ തന്നെ ആക്കിയിട്ട് പോയാ മതിയായിരുന്നു.
നീ എന്താ ആലോചിച്ച് നിൽക്കുക? ഇറങ്ങുന്നില്ലേ? ഞാൻ വരുന്നില്ല. നടക്കാൻ പോകുന്ന എന്റെ കല്യാണമൊന്നുമല്ലല്ലോ. പിന്നെ ഞാനെന്തിനാ ഈ ദീപോത്സവത്തിന് കെട്ടി എഴുന്നള്ളുന്നത്? എടാ എന്തിനാ? എല്ലാം ഞാൻ നിന്നോട് വിശദമായിട്ട് പറഞ്ഞതാ. പിന്നെ നീ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കരുത്. പത്മനാഭ സാറിന്റെ സ്വത്തും പണവും അത് മാത്രമേ നമ്മുടെ മനസ്സിൽ പാടുള്ളൂ. നീ വേഗം ഇറങ്ങാൻ നോക്ക്. ഇല്ല, ഞാൻ വരുന്നില്ല. അവനവിടെ ഉണ്ടാവും. ആ ഗിരിയെ, അവളുടെ ഇഷ്ടക്കാരൻ. അവൾ എവിടെ പോയാലും വാലുപോലെ അവനും ഉണ്ടാവല്ലോ. എടാ നീ ടെൻഷൻ ആവാതിരിക്കെ. നിന്റെ ടെൻഷനല്ല ഇന്നത്തോടുകൂടി തീരാൻ പോവുകയാണ്. എങ്ങനെ തീരുമെന്നാണ്? എനിക്ക് സ്വസ്ഥത വേണമെങ്കിൽ ആ ഗിരി ചാവണം. അവൻ ചത്താ പോരെ? അവൻ ഇന്ന് ചാകും. നിന്നോട് ഞാൻ വെറുവാക്ക് പറയല്ല, എല്ലാം റെഡിയാണ്. ഗിരിയുടെ കഥ കഴിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഞാൻ നടത്തി കഴിഞ്ഞു.